നമസ്കാരം. ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം രാഷ്ട്രീയ വൃത്തങ്ങളെ മാത്രമല്ല സാധാരണക്കാരെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. അവിടെയെത്തിയ ആയിരക്കണക്കിന് ഗുണ്ടകളിൽ ഒരു സംഘത്തെ എത്തിച്ച് വാർത്തകളിൽ നിറഞ്ഞ യുപിയിലെ പാതാള ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവായി വാഴുകയായിരുന്നു മുഹമ്മദ് ഫുർഖാൻ എന്ന കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ്. എന്നാൽ ആ ആക്ഷൻ ത്രില്ലർ ജീവിതത്തിന് ഉത്തർപ്രദേശ് പോലീസ് കഴിഞ്ഞ ദിവസം നാടകീയമായ അന്ത്യമാണ് കുറിച്ചത്. ഷാംലി ജില്ലയിലെ രംഖാന ഗ്രാമത്തിന് സമീപമുള്ള നിബിഡ വനങ്ങളിൽ ഫുർഖാനും സംഘവും ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതോടെയാണ് യുപി പോലീസ് ഓപ്പറേഷന് ഇറങ്ങിയത്. ഇരുൾ നിറഞ്ഞ കാടുകൾക്കുള്ളിൽ പോലീസും ഗുണ്ടാ സംഘവും തമ്മിൽ നടന്ന ഏറ്റുമുട്ടൽ ശരിക്കും ഒരു ഹോളിവുഡ് സിനിമയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. വെടിയൊച്ചകൾ കാടിനെ പ്രകമ്പനം കൊള്ളിച്ചു. പോലീസ് ഉദ്യോഗസ്ഥനായ ഹർവിന്ദറിന് വെടിയേറ്റെങ്കിലും ഫുർഖാൻ പോലീസിന് നേരെ വെടിയുതിർക്കുന്നത് തുടർന്നു. എന്നാൽ ഒടുവിൽ പോലീസിന്റെ കൃത്യമായ നീക്കങ്ങൾക്ക് മുന്നിൽ ആ ഭീകരൻ വീഴുകയായിരുന്നു. യുപിയിലെ ബൈരാഗിരിയിലെ കുപ്രസിദ്ധനായ ഗുണ്ടാ നായകനായിരുന്നു മുഹമ്മദ് ഫുർഖാൻ, മുക്കീം കാല ഗ്യാങ്ങിന്റെ തലവൻ. 30-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതി. ജന്തർ മന്ദറിൽ 2875 ഗുണ്ടകൾ പങ്കെടുത്ത സമരത്തിലേക്ക് ഒരു വലിയ സംഘത്തെ അയച്ചതിനു പിന്നിലും ഈ ഫുർഖാന്റെ കരങ്ങളായിരുന്നു. ഡൽഹി മുതൽ യുപി വരെ ഭീതി പരത്തിയിരുന്ന ആ ഗുണ്ടാ രാജാവിന്റെ ജീവിതം അങ്ങനെ ഒരു പോലീസ് എൻകൗണ്ടറിലൂടെ പൂർണ്ണ വിരാമമിട്ടു. എന്തായാലും ഇയാൾ ഇത്തരത്തിൽ വളരെയധികം ഗുണ്ടാ സംഘങ്ങളുടെ തലവനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പല തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കും ഇയാൾ നേതൃത്വം നൽകി വരികയായിരുന്നു. പോലീസിന്റെ പിടികിട്ടാപ്പുള്ളിയായി കഴിയുകയായിരുന്നു. പല സ്ഥലങ്ങളിലും ഇയാൾ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. അതേസമയം ഇയാളുടെ പല കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ മാത്രം പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ആ ഒരു ഭീകര കഥയ്ക്കാണ് ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. പക്ഷേ ഇതിന് പിന്നാലെ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പൊക്കെ നൽകിക്കൊണ്ട് ഇയാളുടെ കൂട്ടാളികൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരെയൊക്കെ പിടികൂടാനുള്ള ശ്രമത്തിലാണിപ്പോൾ പോലീസ് കഴിയുന്നത്. എന്തായാലും 2875 ഗുണ്ടകളായിരുന്നു അന്ന് ആ കോക്രോച്ച് സമരവീതിയിലേക്ക് എത്തിയത്. ഒരു വലിയ സംഘത്തെ അയച്ചതിന് പിന്നിൽ ഇയാളുടെ കാര്യങ്ങളായിരുന്നു. ഡൽഹി മുതൽ യുപി വരെ ഭീതി പരത്തിയിരുന്ന ഗുണ്ടാ രാജാവായിരുന്നു ഇയാൾ. അങ്ങനെയാണ് അയാളുടെ ജീവൻ ഇപ്പോൾ യുപി പോലീസ് എടുത്തിരിക്കുന്നത്. പല അക്രമ സംഭവങ്ങളും നടത്തി അരങ്ങുവാഴുകയായിരുന്നു ഈ കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ. ഇയാളുടെ കൂടെ പിടികിട്ടാപ്പുള്ളികളായ പലരുമുണ്ട്. ഇവരെയെല്ലാം തെരയുന്നതിനിടയ്ക്കാണ് ഏറ്റുമുട്ടലുണ്ടായതും ഇയാൾ കൊല്ലപ്പെടുന്നതും. ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം വലിയ രീതിയിലാണ് ചർച്ചാ വിഷയമായി മാറിയത്. എന്നാൽ എല്ലാ പ്രതിഷേധക്കാരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവിടെ ഗുണ്ടകളായി പലരും എത്തിയത്. ഈ ഒരു സമരത്തിനിടയിലേക്ക് ഇവർ കയറി ചെന്ന് വലിയ രീതിയിലുള്ള ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുകയായിരുന്നു.